Hello my dear students, welcome to Learner's World. In this video, I talk about questions and answers, Moby Dick Film Review Part 3. First question, describe the narrative technique employed in Moby Dick. Moby Dickil ഉപയോഗിച്ചിരിക്കുന്ന narrative technique describe ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. The narrative technique employed in Moby Dick is first person narrative. Ishmael is the narrator and he is also a character of the novel. There is also some voiceover narration in the film. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവാണ്. നോവലിൽ ഒരു ക്യാരക്ടറായിട്ടുള്ള ഇഷ്മയിലാണ് നരേറ്റർ. ചില വോയിസ് നരേഷനുകളും ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ സ്ക്രീൻ പ്ലേ ഫോർ ദ 1956 അഡാപ്റ്റേഷൻ ഓഫ് Moby Dick. 1956 Moby Dick എന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ ആരാണ് എഴുതിയത് എന്നാണ്. ദ സ്ക്രീൻ പ്ലേ വാസ് റിട്ടൺ ബൈ ഡയറക്ടർ ജോൺ ഹസ്റ്റൺ ആൻഡ് ബൈ ദ റിനോൺഡ് സയൻസ് ഫിക്ഷൻ റൈറ്റർ റേ ബ്രാഡ്ബറി. അപ്പോൾ ഡയറക്ടറായിട്ടുള്ള ജോൺ ഹസ്റ്റണും സുപ്രസിദ്ധ സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായിട്ടുള്ള റായ് ബ്രാഡ്ബറിയും ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ഡിസ്ക്രൈബ് ദ ക്രൂ ഓഫ് പെക്കോഡ്. പെക്കോഡ് എന്ന കപ്പലിലെ ജോലിക്കാരെ നമുക്ക് എങ്ങനെ വിവരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The crew of Pequod were racially different. They come from different parts of the world and they profess different religious faiths. പല നാടുകളിൽ നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നും വന്നവരാണ് അവർ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന അവർ പല മതങ്ങളിലും പെട്ടവരാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് അഹാബ് ഒബ്സസ്ഡ് വിത്ത് ദ വൈറ്റ് വെയിൽ. അതായത് വെള്ളത്തിമിംഗലത്തെ പിടിക്കണം എന്ന വാശി എന്തുകൊണ്ടാണ് അഹാബിനുണ്ടായത്. അഹാബ് വാസ് ഒബ്സസ്ഡ് വിത്ത് ദ വൈറ്റ് വെയിൽ ബിക്കോസ് ഹി വാസ് വൂണ്ടഡ് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി. ഇറ്റ് ഹിസ് നൗ ബേണിംഗ് വിത്ത് ദ ഡിസയർ ഫോർ ടേക്കിംഗ് റിവെഞ്ച് ഓൺ ഇറ്റ്. വെള്ളത്തിമിംഗലം അയാളെ ശാരീരികമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും മുറിവേൽപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പ്രതികാരദാഹം അയാളിൽ ജ്വലിക്കുകയാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ സാക്രിഫൈസസ് മെയ്ഡ് ബൈ ഹസ്റ്റൺ ഇൻ ഹിസ് അഡാപ്റ്റേഷൻ ഓഫ് Moby Dick. Moby Dick എന്ന നോവൽ സിനിമയാക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് അതിൽ ഹസ്റ്റൺ വരുത്തിയത് എന്നാണ്. ടു മേക്ക് ദ ഫിലിം എ ത്രില്ലിംഗ്ലി അഡ്വഞ്ചറസ് വൺ, സം സാക്രിഫൈസസ് ഹാഡ് ടു ബി മെയ്ഡ്. ഹസ്റ്റൺ ഹാഡ് ടു ഷോ ഓഫ് സിഗ്നിഫിക്കൻറ്റ് നരേറ്റീവ് ആർക്സ് and some of the colorful characters in the novel. Evil harpooner Fedella and the well-intentioned anti-charity are examples of missing characters. Some mystical elements in the novel also had to be left out. അപ്പോൾ നോവലിലെ ചില പ്രത്യേക ക്യാരക്ടേഴ്സിനെ മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ദുഷ്ട കഥാപാത്രമായിട്ടുള്ള ഹാർപ്പൂണർ ഫെദല്ലയും നല്ല മനസ്സുള്ള ആൻറ്റി ചാരിറ്റിയും സിനിമയിലില്ല. നോവലിലെ ചില മിസ്റ്റിക്കൽ എലമെൻറ്റുകളും സിനിമയിലില്ല എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കളർ വൈറ്റ് ഇൻ Moby Dick. Moby Dickലെ വൈറ്റ് കളറിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ്. ദ കളർ വൈറ്റ് ഇൻ Moby Dick is very significant. White is symbolic of innocence and purity. It will also stand for death and corruption. It is the color that contains all the colors. So Moby Dick carries all possibilities. White is also the tabula rasa, clean slate which each man on board can interpret as he desires. Thus the white whale becomes an immortal symbol interpreted variously by different critics and readers. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിന് Moby Dickൽ വലിയ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത്. വൈറ്റ് കളറ് നിഷ്കളങ്കത, പരിശുദ്ധി, മരണം, അഴകൽ എന്നിവ പ്രതിനിധീകരിക്കുന്നു. വെള്ളനിറത്തിൽ എല്ലാ നിറങ്ങളും അടങ്ങിയിട്ടുണ്ട്. എല്ലാ സാധ്യതകളും അടങ്ങിയിരിക്കുന്നു. കപ്പലിലെ ഓരോ മനുഷ്യനും തൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നോക്കിക്കാണുന്ന ഒരു ക്ലീൻ സ്ലേറ്റാണ് വെള്ളനിറം. വെള്ളനിറം നിരവധി വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ ബൈബിളിക്കൽ പാരൽസ് ഇൻ Moby Dick. ബൈബിളിൽ കാണുന്ന കഥാപാത്രങ്ങൾക്കും സംഭവങ്ങൾക്കും സമാന്തരമായി എന്തെല്ലാം Moby Dickൽ കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇഷ്മേൽ ഈസ് ദ സൺ ഓഫ് അബ്രഹാം ഹു വാസ് എ വാണ്ടറർ. സോ ഇഷ്മേൽ ഇൻ ദ സ്റ്റോറി. ക്യാപ്റ്റൻ അഹാബ് ഓഫ് പെക്കോഡ് ഈസ് ലൈക്ക് King Ahab in the Bible. King Ahab was a cruel and ruthless ruler. There is also the story of Jonah who was swallowed by a whale. He stayed in the stomach of the whale for 3 days. The struggle of Captain Ahab and his crew also lasted 3 days. അപ്പോൾ അബ്രഹത്തിൻ്റെ മകനാണ് ഇഷ്മയിൽ. അയാളൊരു സഞ്ചാരിയാണ്. നോവലിലും അയാൾ സഞ്ചാരിയാണ്. പെക്കോഡിൻ്റെ ക്യാപ്റ്റൻ അഹാബ് ബൈബിളിലെ കിങ് അഹാബ് പോലെയാണ്. കിങ് അഹാബ് ഒരു ക്രൂരനും തന്നിഷ്ടക്കാരനുമായിരുന്നു. യോനോയെ തിമിംഗലം വിഴുങ്ങിയിട്ട് 3 ദിവസം അവൻ അതിൻ്റെ വയറ്റിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ക്യാപ്റ്റൻ അഹാബും അയാളുടെ കൂട്ടാളികളും 3 ദിവസം വെയിലുമായി മല്ലിട്ടു. അവസാനം എല്ലാവരും മരിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റോറി ഓഫ് യോന ആൻഡ് ദ വെയിൽ. യോനയുടെയും വെയിലിൻ്റെയും കഥ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ സ്റ്റോറി ഇൻ ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് is this. Jonah was an Israelite to whom God had called to be a prophet, but he refused to accept
his divine mission and left on a sea voyage. God then raised a great storm as a sign of his anger with Jonah. The sailors, realizing that Jonah's disobedience had caused the storm, threw him overboard in an attempt to save their ship. Jonah was saved from drowning. When he was swallowed by a whale, he lived for 3 days inside the creature, after which the fish vomited out. Jonah upon the dry land, thankful that his life had been spared, Jonah took up his prophetic mission. അപ്പോൾ പഴയ നിയമത്തിലെ കഥയാണിത്. ഇസ്രായേൽക്കാരനായ യോനയെ ദൈവം ഒരു പ്രൊഫറ്റാക്കാൻ വിളിച്ചു. അത് നിരസിച്ച് യോന കപ്പൽ യാത്രയ്ക്ക് പോയി. ദൈവം ഒരു കൊടുങ്കാറ്റ് അയച്ചുവിട്ടു. യോനയാണ് തങ്ങളുടെ ദുരിതങ്ങൾക്ക് ഉത്തരവാദി എന്ന് മനസ്സിലാക്കിയ മറ്റു നാവികർ യോനയെ കടലിലേക്ക് എറിഞ്ഞു. യോനയെ ഒരു തിമിംഗലം വിഴുങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോൾ തിമിംഗലം യോനയെ കരയിലേക്ക് ഛർദ്ദിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയ യോന തൻ്റെ ദൈവവിളി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാസ് മൊബി ഡിക്ക് ദ നോവൽ റിസീവ്ഡ്? മൊബി ഡിക്ക് എന്ന നോവലിൻ്റെ സ്വീകാര്യത എങ്ങനെയായിരുന്നു എന്നാണ്. വെൻ മെൽവിൻ വാസ് അലൈവ്, മൊബി ഡിക്ക് വാസ് നോട്ട് വെൽ റിസീവ്ഡ്, ബട്ട് വെൻ it was endorsed by famous writers like William Faulkner and D.H. Lawrence. Its popularity rose in 20th century. It was then hailed as a classic. There were many film adaptations. മെൽവിൻ ജീവിച്ചിരുന്നപ്പോൾ മൊബി ഡിക്കിന് വലിയ സ്വീകാര്യത ഇല്ലായിരുന്നു. പിന്നീട് മഹാരഥന്മാരായിട്ടുള്ള വില്യം ഫോക്നറും D.H. ലോറൻസും അതിൻ്റെ മൂല്യം മനസ്സിലാക്കി അതിനെ പുകഴ്ത്തി. 20ാം നൂറ്റാണ്ടിൽ അതൊരു ഐതിഹാസിക നോവലായി മാറി എന്നാണ് പറയുന്നത്. പല സിനിമകളും അതിനെ ആധാരമാക്കി നിർമ്മിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡബ്ലൂൺ? ഡബ്ലൂണിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ്. ഇറ്റ് ഈസ് നോൺ ഇൻ ദ numismatic world as a Moby Dick coin. It is a Ecuadorian 8 escudos doubloon minted in Quito, Ecuador between 1838 and 1843. It is one ounce of gold coin that Captain Ahab nails to the mast of the Pequod, promising it to the first man who sports Moby Dick. ഇതിന് മൊബിഡിക് കോയിൻ എന്ന് വിളിക്കും. അതായത് ഡബ്ലൂണിനെ മൊബിഡിക് കോയിൻ എന്ന് വിളിക്കും. 1838 1843 ഇടയിൽ ഇക്വഡോറിലെ ക്വിൻറ്റോയിലെ മിൻറ്റ് ചെയ്തതാണിത്. ഒരു ഔൺസിൻ്റെ ഗോൾഡ് കോയിനാണിത്. ക്യാപ്റ്റൻ അഹാബ് ഈ കോയിൻ കൊടിമരത്തിൽ പതിപ്പിച്ചു. മൊബി ഡിക്കിന് ആദ്യം കാണുന്ന ആൾക്ക് കിട്ടുന്ന സമ്മാനമാണിത്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.